അരിപ്പൊടിയും മുട്ടയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി ഇതുപോലൊരു വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാൻ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തലപ്പാൽ എന്നൊക്കെ പറയില്ലേ. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പശുമ്പാലായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരണം. ഇനി നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ബാറ്റർ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് പകർത്തി കൊടുക്കാം. ഈ ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ദോശമാവിനൊക്കെ കുറച്ചുകൂടി കട്ടിയൊക്കെയുള്ള ആ ഒരു ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതേ 2-3 ട്രിപ്പായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. മിക്സി ജാറൊക്കെ ഒന്ന് കഴുകി ആ ഒരു വെള്ളം കൂടി ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വീതം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ലൂസായിട്ട് നമുക്ക് ബാറ്റർ എടുക്കാം. ഈ ബാറ്റർ അത്യാവശ്യം നല്ല ലൂസാവണം കേട്ടോ, എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ദോശ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 ദോശയൊക്കെ ചുടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിന് കട്ടി കൂടുതലാണോ അല്ലയോ എന്നുള്ളത്. ഇനി നമുക്കൊരു ദോശത്തവ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 തവി ബാറ്റർ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അരി ഉപയോഗിക്കുന്നില്ല, അതായത് പച്ചരി ഉപയോഗിക്കുന്നില്ല, അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും നമുക്ക് കിട്ടുക. ഇന്നലെ നോൺ വെജ് ഗ്രേവിയുടെ കൂടെ ചിക്കൻ കറി അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ കറിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.